കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്താത്തൊരു പരാമർശം വർഗീയ ദുരീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പത്രം അത് പ്രസിദ്ധീകരിച്ചാൽ ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ CPM-നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒരാൾക്കും പറ്റില്ല. കാരണം ഇത്രയും അധികം മലപ്പുറം പോലെ ഒരു ജില്ല, ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയിൽ പരാമർശം നടത്തിയിട്ട് അത് മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം ഇങ്ങനെയല്ല, അത് ഒരു PR ഏജൻസിയാണെന്ന് ആ പത്രം പറയുന്നു. ഈ പറഞ്ഞ മുഖ്യമന്ത്രി അത് PR ഏജൻസി ഇല്ല എന്ന് പറയുന്നു. പത്രം PR ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ PR ഏജൻസി ഉണ്ടെന്നല്ല, അവരാണല്ലോ പ്രസിദ്ധീകരിച്ചത്. അത് മുഖ്യമന്ത്രി എഴുതി തന്നതല്ല, മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞതല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കില്ലല്ലോ എന്നേ. അതിനെ ന്യായീകരിച്ചിട്ട് പാർട്ടി ഇറങ്ങുകയല്ലേ. ആ പാർട്ടി ഇറങ്ങുന്നതിന് കാരണം എന്താണ്? അതിൻ്റെ കാരണം എനിക്കാന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്നാണ് പറഞ്ഞത്. പണ്ട് അങ്ങനെയല്ല CPM പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തെ ചിന്താഗതി അങ്ങനെയായിരുന്നില്ല, ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അങ്ങനെയായിരുന്നില്ല. ഭൂരിപക്ഷ വർഗീയതയുടെ ഉപോൽപ്പന്നമാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ എന്തു പറയുന്നു? ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കേണ്ടതാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ ഒഴിവാക്കി പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള നിലയിലേക്ക് ഈ പ്രസ്ഥാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, RSSനെ കുറിച്ച് പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയും, ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ RSSനെ കുറിച്ച് പറയും. ഇത് തമ്മിൽ എങ്ങനെയാണ് യോജിച്ച് പോകുന്നത്? പണ്ട് ഈ പറയുന്ന TP സെൻകുമാറുമായി ബന്ധപ്പെട്ട BJP ആയിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ അകത്ത് TP സെൻകുമാറെ മാറ്റി നിർത്താൻ തീരുമാനിച്ച സമയത്ത് ശക്തമായി പോരാടിയ പാർട്ടിയല്ലേ എന്നത്. അതിനെന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതി പോയപ്പോഴും നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ്. അന്നേരം എന്താണ്, DGP സ്ഥാനത്തേക്ക് തിരിച്ചു വന്നപ്പോഴും ഈ പറഞ്ഞ ടോമിൻ തച്ചങ്കരിനെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തലപ്പത്ത് വെച്ച് അപ്രഖ്യാപിത വിലക്ക് വരുത്തിയ പാർട്ടിയല്ലേ ഇത്. അപ്പം ഇവർക്കിത് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടാണോ? സംരക്ഷിക്കുക എന്നുള്ളത് ഒറ്റ ലക്ഷ്യം മാത്രമാണ്. അതുകൊണ്ടാണ് CPI പറഞ്ഞിട്ട് അനങ്ങുന്നുണ്ടോന്നേ, RJD പറഞ്ഞിട്ട് അനങ്ങുന്നുണ്ടോ? ഘടകകക്ഷികളെല്ലാവരും പറഞ്ഞില്ലേ, NCP പറഞ്ഞില്ലേ, അനങ്ങുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞങ്ങളുടെ നിലപാടാണ്. ആ നിലപാട് ആദ്യം മുഖ്യമന്ത്രി പറയും, അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടറി പറയും. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു തന്നെയാണെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഒരു മാറ്റം ആ കാര്യത്തിനകത്തില്ല. മുഖ്യമന്ത്രി ചോദിക്കുന്നതിന് ചിരിച്ചെങ്കിൽ ഇതും ആ ചിരിയുടെ ഭാഗമായി തന്നെ മാറി. അപ്പം നിങ്ങൾ മാപ്പ് പറഞ്ഞില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ മാപ്പ് പറയില്ല എന്നങ്ങ് തീരുമാനിച്ചിട്ട് ആ വടിയെടുത്തിട്ട് എല്ലാവരെയും അടിക്കുകയാണ്. എന്നിട്ട് എന്താണ്, ഇവർ പറയുന്നതാണ് ശരി, ഇവർ പറയുന്നതാണ് ശരി. ഒറ്റ ചോദ്യത്തിന് വേണ്ടി മാത്രം മറുപടി ആവശ്യമുള്ളൂ. ഈ പറഞ്ഞ പത്രം കൊടുത്ത വിശദീകരണ കുറിപ്പിൻ്റെ അകത്ത് ഒരു ഭാഗം എടുക്കുകയാണ്, എന്ത് ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന വാക്ക്. അതേ വിശദീകരണ കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ് ഇത് PR ഏജൻസി തന്ന വാക്കാണ്. അപ്പോൾ പത്രത്തിൻ്റെ ഭാഗത്ത് ശരിയാണ്, കാരണം ഇത് PR ഏജൻസി തന്ന ഒരു കാര്യം ഞങ്ങൾ ഈ പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തി. ആ ഉൾപ്പെടുത്തിയ കാര്യം ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖേദം പ്രകടിപ്പിച്ചു. അപ്പം ഈ PR ഏജൻസി ആരുടേതാണെന്ന് പത്രം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി കൊടുത്തെന്ന് പത്രം പറഞ്ഞു കഴിഞ്ഞു. ആ പത്രം പറഞ്ഞു കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല, ഈ പറഞ്ഞ പാർട്ടിക്ക് മറുപടിയില്ല. അപ്പം വിശദീകരണ കുറിപ്പ് അംഗീകരിക്കുകയും വിശദീകരണ കുറിപ്പിനെ രണ്ട് വ്യാഖ്യാനത്തോടുകൂടി എടുക്കുകയും എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? അതാണല്ലോ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് RSSും അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അകത്ത്. അജിത് കുമാറുമായി എന്തൊക്കെ കേസിൽ RSS മേധാവിമാരെ കണ്ടു എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞു. കാഴ്ചയ്ക്ക് ഒരു റിപ്പോർട്ട് തെറ്റില്ല. കാഴ്ചയുടെ ഭാഗം പറഞ്ഞിട്ട് ഈ പറഞ്ഞ അജിത് കുമാറിനെ മാറ്റാൻ പറ്റില്ലെന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ കുട്ടിക്ക് വരെ അറിയാം. പക്ഷേ ഒരു കാര്യം എടുക്കാം, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം. അതാണല്ലോ ഈ സെൻകുമാറിൻ്റെ കാര്യത്തിനകത്ത് ഈ പാർട്ടി സ്വീകരിച്ചത്. അതേ നിലപാടല്ലേ ഈ പറഞ്ഞ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ആവർത്തിച്ച് ഈ CPM-ൻ്റെ ഘടകകക്ഷികൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, LDF-ലെ ഘടകകക്ഷികൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം പറഞ്ഞിട്ടല്ലേ PV അൻവർ പുറത്തു പോയത്? ഈ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടാണ് PV അൻവർ പുറത്തു പോയത്. ആ PV അൻവർ പുറത്തു പോയി കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ തന്നെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇന്നെന്താണ് സംഭവിക്കുന്നത്? ഇന്നും ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ADGP-നെ മാറ്റും എന്നുള്ളൊരു സൂചനയിൽ വിശ്വസിച്ച് മാത്രം ഈ ഘടകകക്ഷികൾ നിൽക്കുകയെന്നേ. ഇപ്പോഴും ഈ മുഖ്യമന്ത്രിയിലോ ഈ പ്രസ്ഥാനത്തിലോ LDF-ലോ വിശ്വസിച്ച് നിൽക്കുകയല്ല. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും മാറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തെ മറ്റുള്ള ഘടകകക്ഷികൾക്ക് നിലനിൽപ്പില്ല. CPI എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പറയുന്ന വിനോയ് വിശ്വത്തിൻ്റെ വാക്കിൽ നിന്ന് നമ്മൾ എത്ര പ്രാവശ്യം കണ്ടു. ഇന്ന് പാർട്ടി സെക്രട്ടറിയോട് CPIയുടെ കാര്യം ചോദിക്കും, അത് അവരുടെ നിലപാടെന്നാണ് പറയുന്നത്. അത് അവരുടെ നിലപാട്, ഇത് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ ഇതിന് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് മുഴുവൻ, ഇവർ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാവരെയും കൂട്ടിപ്പെടുത്തി തന്നെയാണല്ലോ. ഈ ഇടതുപക്ഷത്തിന് ഈ നിലപാടില്ലേ? അപ്പോൾ അത് അവരുടെ നിലപാട് വേറെ ഒന്ന്, ഞങ്ങളുടെ ഒരു തരം. അപ്പോൾ ഈ കൂട്ടുത്തരവാദിത്തത്തിന് ഒരു പ്രശ്നം വന്നല്ലോ. ഈ പറയുന്ന സർക്കാർ ഒരു കൂട്ടുത്തരവാദിത്ത സർക്കാരല്ലേ, അതിനൊരു പ്രശ്നം പറ്റിയില്ലേ?
അതിലൊന്ന് കാരണം CPIൻ്റെ നിലപാട് ഒന്നാണെങ്കിൽ പിന്നെ LDF പിന്നെ CPIM-ൻ്റെ നിലപാട് ഒന്നാണെങ്കിൽ ഇത് രണ്ട് നിലപാടല്ല, ഒറ്റ നിലപാടല്ല, രണ്ട് നിലപാടായി മാറി. ഒറ്റ നിലപാടോടുകൂടി കൂട്ടുത്തരവാദിത്തോടുകൂടി പിന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ അജിത് കുമാറിനെ മാറ്റിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ CPIക്ക് നിലനിൽപ്പില്ല, RJDക്ക് നിലനിൽപ്പില്ല, NCPക്ക് നിലനിൽപ്പില്ല. അപ്പോൾ എന്ത് മാർഗ്ഗം സ്വീകരിക്കണം? ഇപ്പോൾ PV Anwar സ്വീകരിച്ച മാർഗ്ഗം സ്വീകരിക്കേണ്ടി വരും. അതിലേക്ക് ഇവർക്ക് തള്ളിവിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ പറഞ്ഞ ഇനിയിപ്പം ഇവർ ഞാൻ ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞു ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറയുകയാണ്. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് ഇവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIയും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി പറയുന്നത് ഞാൻ പിടിച്ച 2 കൊമ്പ് എന്നുള്ളത്. ഒറ്റ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപ്രഖ്യാപിത സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുന്ന ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടീനെ ബലി കൊടുക്കുന്നതാണ് ഈ കാണുന്നത് അല്ലേ? എത്ര ന്യായീകരണങ്ങളാണ്, എത്ര ഒരു മാസത്തോളമായി ന്യായീകരിച്ച് ഇത് എന്ത് റിപ്പോർട്ടാണ് വരണ്ടേ? ഒറ്റ റിപ്പോർട്ട് മാറ്റാനാണെങ്കിൽ ഈ DGP കൊടുത്ത റിപ്പോർട്ടിലുണ്ടല്ലോ ഇദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത്, അത് അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തില്ല ഇപ്പോൾ. അപ്പോൾ എവിടെയാണ് പോയി നിൽക്കുന്നത് ഈ പാർട്ടി? എങ്ങനെയാണ് ഇവരിതിനെ ന്യായീകരിക്കാൻ പോകുന്നത്? അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? PV Anwar പുറത്തുപോയി. ഏത് ആരോപണ? ഈ ആരോപണം തന്നെയാണ്. അതിൻ്റെ ഒന്നാമത്തെ PV Anwarൻ്റെ ആദ്യത്തെ ബൈറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. VD സതീശൻ പറയുന്നതിന് 1 മണിക്കൂർ മുമ്പ് PV Anwar പറഞ്ഞു. ഇനി 2 പേരും ഒന്നിച്ചാണ് പറഞ്ഞു നോക്കുക. ആ ആരോപണത്തിലല്ലേ തുടങ്ങിയത്? ആ ആരോപണത്തിനല്ലേ PV Anwar പുറത്തു പോയത്? ആ ആരോപണത്തിൻ്റെ കൂടെ ജമാഅത്തുൽ ഇസ്ലാമിന് ഇന്ന് കടന്ന് ഗോവിന്ദമാഷ് ഒരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയോ? ലീഗിനെ വരെ പിന്നെ വർഗീയവൽക്കരിക്കുന്ന സംവിധാനത്തിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ ഗോവിന്ദമാഷ് ഇന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താ, ലീഗിനൊക്കെ തള്ളിയിട്ടാണ് ഇനി പോകുന്നത്. പക്ഷേ തള്ളിപ്പോവാണ് മുസ്ലിം സമുദായത്തിൽ ഇല്ലെങ്കിലും. അതുകൊണ്ടാണ് ഞാനത് നേരത്തെ പറഞ്ഞത്, വർഗീയ നിലപാട് എന്നുള്ള നിലയ്ക്ക് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്നാണെന്ന് ഈ പ്രസ്ഥാനം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ഈ പറഞ്ഞ സംവിധാനത്തെയൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളത്. അപ്പോൾ അതിനകത്തൊരു മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട് ഈ പാർട്ടിക്ക്. ആ മൂല്യശോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വരുന്നത് എന്താണ്? ഇവരുടെ നിലപാടിലേക്ക് വരും. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാടിലേക്ക് പാർട്ടി വരും. ആ മുഖ്യമന്ത്രിയുടെ നിലപാടിലേക്ക് പാർട്ടി വന്നു കഴിഞ്ഞാൽ പാർട്ടി വേറൊരു സംവിധാനവും മുഖ്യമന്ത്രി വേറൊരു സംവിധാനമായി മാറും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് ഈ പാർട്ടീനെ തള്ളിവിടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഈ പ്രസ്ഥാനത്തിന്. അങ്ങനെ പാടില്ല. ഇത് മറുപടി നേരിട്ട് പറഞ്ഞുകൂടെന്നേ. ഒറ്റ ചോദ്യത്തിന് മറുപടി, ADGP അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടതിൽ തെറ്റുണ്ട്. എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് പറയാൻ പറ്റുന്നില്ല? നേരിട്ട് പറയണം. അത് കണ്ടു എന്ന് തീരുമാനിച്ചാൽ ആ സെക്കൻഡിൽ പറയണം. ആ സെക്കൻഡ് പറയില്ല. ഇന്ന് പിന്നെ കതിരൂരിൽ പിന്നെ BJP നേതാവിനെതിരെ പോസ്റ്റ് ഉണ്ട്. എവിടെ വന്നെന്നറിയോ? കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ BJP നേതാവ് സന്ദർശിച്ചതിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചേക്കാണ് ഇവിടെ കതിരൂര്. കാരണം ജനങ്ങളുടെ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരുടെ വികാരം അതല്ലാന്നേ. കാരണം 200 രക്തസാക്ഷികളുള്ള പ്രസ്ഥാനമാണ്. 218 രക്തസാക്ഷികളുടെ പ്രസ്ഥാനമാണ്. അവരുടെ നിലപാടതല്ല. അത് ഇവർ മനസ്സിലാക്കാതെ ഈ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്താണ്? അവസാനം ADGPനെ മാറ്റിക്കഴിഞ്ഞു നോക്കുക. ഇവരെന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ഞങ്ങൾ മാറ്റിയില്ലേ ഈ റിപ്പോർട്ട് അടിസ്ഥാനം. അപ്പം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയില്ലേ? അതുവരെ ഉണ്ടാക്കിയ ഡാമേജോ? നിഷ്പക്ഷമായ അന്വേഷണത്തിന് ശേഷം വരുന്ന റിപ്പോർട്ടായിരിക്കും. അല്ല, ആ നിഷ്പക്ഷമായ അന്വേഷണത്തിന് ശേഷം വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയാൽ ഈ 1 മാസത്തിനുള്ളിൽ ഈ പാർട്ടിക്ക് ഉണ്ടായ ഡാമേജ് ഇൻക്ലൂഡിങ് PV Anwar അതിൻ്റെ ഡാമേജ് ആര് മറുപടി പറയും? ആര് ഈ ഡാമേജിന്റെ വലുപ്പത്തിൽ മനസ്സിലാവും? അത് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ചോദ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഈ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു. എപ്പോൾ വരെയാണ് ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് PV Anwarനോട് അഭ്യർത്ഥന പ്രകാരമുള്ള ഒരു ശാസനം കൊടുക്കുന്നുണ്ടല്ലോ. അതായത് പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി മാറരുത്, പിന്തിരിയണമെന്ന് പറയുകയും അദ്ദേഹം അത് അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും തൃശ്ശൂർ പോയി ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതായത് 21-ാം തീയതി മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ശ്രമിച്ചത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഈ PV Anwarനെതിരെയുള്ള ഒരു പ്രചരണത്തിൻ്റെ തന്ത്രം അത് ഉപയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടിയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും സംരക്ഷിച്ചുകൊണ്ടാണ് PV Anwar നിന്നത്. ADGPക്കെതിരെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചത്. അതിനകത്ത് P ശശിയുടെ പങ്കിനെക്കുറിച്ച് അവ്യക്തമായി പറഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ അത് കടുപ്പിക്കാൻ തുടങ്ങുന്നത് ആ ഘട്ടത്തിലാണ്. അവിടെ അതാണിപ്പോൾ പാളിപ്പോയിരിക്കുന്നത്. PV Anwarനെ അടിക്കാനുള്ള വടിയായിട്ടാണ് മലപ്പുറം പ്രയോഗം എക്സാക്ട്ലി സെയിം അതേ കാര്യം ഡൽഹിയിൽ പോയി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എവിടെ നിന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇവിടെ നിന്നാണ് പോയിട്ടുള്ളത്. അതാണ് അതുകൊണ്ടാണ് അന്വേഷിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് അതിനെ തള്ളിക്കളയുന്നത്. അതാണ് എക്സാക്ട്ലി അതാണ്. അതും സെപ്റ്റംബർ 13-ാം തീയതി കൊടുത്തു എന്ന് ആലോചിക്കണം. സെപ്റ്റംബർ 13-ാം തീയതി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല.
8 ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത്. അതായത് പി വി അൻവർ ഈ ആരോപണങ്ങൾക്ക് തുടക്കമിടുമ്പോൾ തന്നെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നവർ ആലോചിക്കുന്നു. ഏറ്റവും തെറ്റായ മാതൃകയിൽ പ്രതികരിക്കാൻ അവർ തീരുമാനിക്കുന്നു. എന്താണ് തെറ്റായ മാതൃക? അതിനെ മലപ്പുറത്തെ കള്ളക്കടത്ത് ലോബിയുടെ ആളായി പി വി അൻവറിനെ ചിത്രീകരിച്ചാൽ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് നമുക്ക് തടയിടാൻ പറ്റും. ഈ ഒരു വളരെ അപകടം പിടിച്ച ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡയിലാണ് യഥാർത്ഥത്തിൽ ഇത് മൊത്തം പൊളിഞ്ഞു പോയത്. ഇന്നുകൂടി അത് പറഞ്ഞു. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അതുകൊണ്ടാണ് പറയുന്നത് അൻവർ പാർട്ടി രൂപീകരിക്കുന്ന ദിവസം വരികയാണ് അടുത്ത ദിവസം അല്ലേ? അപ്പൊ അതിലേക്ക് വരുന്ന ആളുകൾ, അവിടെ വരാൻ പോകുന്ന ആളുകൾ, അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ അന്നത്തെ സമ്മേളനത്തിന് കണ്ടു കഴിഞ്ഞാണല്ലോ. അപ്പൊ അതിനെയൊക്കെ ഏത് രൂപത്തിലാണ് തള്ളിക്കളഞ്ഞത്? ഇങ്ങനെ പറഞ്ഞ് തള്ളിക്കഴിഞ്ഞാൽ നാളെ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എന്താണ് അവസ്ഥ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമല്ലേ? ന്യൂനപക്ഷത്തെ കൂടെ നിർത്തേണ്ടതില്ല എന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകിയ പാഠമെങ്കിൽ ഭൂരിപക്ഷം വരുമോ ഈ പ്രയോഗം നടത്തിയാൽ? ഭൂരിപക്ഷം മുഴുവൻ ഈ വർഗീയമായി ചിന്തിക്കുന്നവരാണോ? ഈ മലപ്പുറത്തിന് പ്രത്യേകത ഉണ്ട് സ്മൃതി. എന്താണെന്നറിയോ? അവിടെ ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്നത് ഭൂരിപക്ഷമാണ്. ഏത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ അവസ്ഥ മലബാറിൽ ഏറ്റവും സാഹോദര്യത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. അവിടെ ഏറ്റവും 80% മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് 20% ക്രിസ്ത്യാനിയും ഹിന്ദുവും ജീവിക്കുന്നത് സ്വസ്ഥതയും സമാധാനത്തോടും കൂടിയാണ്. അവിടെ ഈ പറഞ്ഞ ഒരു അൻവറിന് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം ഇവർ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ ആ ജില്ലയിലുള്ള ആൾക്കാർ സഹിച്ചു നിന്നോണമെന്നില്ല. അതിൻ്റെ അർത്ഥം അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം ഇറങ്ങുമെന്നുള്ളതല്ല. അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഈ പറയുന്ന മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ ഇവർ പറയണമായിരുന്നു ഈ പിന്നെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് പറയണമായിരുന്നു. അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞതിൻ്റെ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ സ്മൃതി. ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തും ഹവാലയും ഈ രണ്ട് കാര്യമാണല്ലോ അവർ പറയുന്നത്. സ്വർണ്ണക്കടത്ത് ഈ പറഞ്ഞ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രമുള്ളതാണ് എന്ന് പറയുന്നത്. അതൊരിക്കലും മലപ്പുറം ജില്ലയാക്കി വരുന്നതല്ല. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു കേട്ടോ. മുഖ്യമന്ത്രി 21-ം തീയതി അത് വിശദീകരിക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നുണ്ട്. പക്ഷേ 29-ാം തീയതി അഭിമുഖം എത്തുമ്പോൾ കരിപ്പൂർ വിമാനത്താവളം അപ്രത്യക്ഷമാവുകയും മലപ്പുറം ജില്ല മാത്രമേ ചുരുങ്ങൂ. അല്ല അരുണേ, അതിൻ്റെ അകത്ത് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പിന്നെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് എല്ലാം ഒരു വിശദീകരണം ചെല്ലുന്നു. അത് മലപ്പുറം മാഫിയ എന്ന് പറഞ്ഞൊരു വിശദീകരണം ചെല്ലുകയാണ്. എവിടെ നിന്നാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് ഇതിന് അന്വേഷണമില്ലാത്ത? ഞാൻ വിശ്വസിക്കുന്നു പി വി അൻവറിനോട് നല്ല വൈരാഗ്യമുള്ളത് ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ? പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ? ഇന്ന് മുഖ്യമന്ത്രി അതിന് ക്യാപിറ്റേക്കുക. അല്ല, ഏറ്റവും വലിയായിരുന്നു തൃശ്ശൂർ ബന്ധപ്പെട്ട് RSS ADGPയുമായി തൃശ്ശൂർ പൂരം കലക്കിയതിനെ അപേക്ഷിച്ച് അതിനേക്കാളും എത്രയോ വലിയ ആരോപണമാണെന്ന് ഇത്. ഒരു സംസ്ഥാനത്തെ ഒരു ജില്ലയെ അടച്ചാക്ഷേപിച്ച അതാണോ ഏറ്റവും വലിയ പ്രശ്നം? ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തെ വലിയ പ്രശ്നം ആ ഒറ്റക്കാലത്ത് അതൊരു മാഫിയായി മാറിയിരിക്കണം. ഒരു ജില്ലേനെ മാഫിയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്താണ്? അത് ഈ ഒരു പിന്നെ നാഷണൽ ഡെയിലിയിൽ വന്നിട്ട് ഈ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഡെയിലി എന്ന് പറയുന്നത് കേരളത്തിലെ ആൾക്കാരാണോ വായിക്കുന്നത് കൂടുതലും? അല്ലാന്നേ. എന്നിട്ട് ആ ഡെയിലിയിൽ ഒരു വിശദീകരണം വന്നോ? നമുക്ക് അയച്ചു തന്നു, പത്രങ്ങൾക്ക് കൊടുത്തു. മുസ്ലിം ലീഗിന്റെ കൊടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച ഘട്ടത്തിൽ അവിടെ BJP അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചർച്ച നടത്തിയത് മാധ്യമങ്ങളാണ്. അവർക്കാണ് വടി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 35 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിരാകരിച്ചത്. കാലിലെ മുള്ളെടുക്കാൻ സ്വന്തം കാല് മുട്ട് മുതൽ താഴോട്ട് വെട്ടിക്കളയാം എന്ന് തീരുമാനിച്ച രാഷ്ട്രീയ അവിവേകം എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അതെ, സ്മൃതി പറഞ്ഞതിന് കറക്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷന്റെ സമയത്ത് പച്ചക്കൊടി വേണ്ടുന്നത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞ പാർട്ടി അവർക്കെതിരെ സമരത്തിനിറങ്ങിയ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അതെ, ആ പ്രസ്ഥാനമാണ് ഇപ്പം ഇറങ്ങിയിട്ട് എന്ത് പറയുന്നത്? ഒരു പിന്നെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒന്നാണെന്ന് പറയുന്നു. കാരണം അങ്ങനെ ലെവലിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു അപകടം എന്താ പറയുമോ? അതിനകത്തൊരു സാങ്കേതികമായി പോലും അത് ശരിയല്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഭരണത്തിലിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ്. ഭരണത്തിലിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടകരം എന്നതാണ് പാർട്ടി ഇന്നോളം സ്വീകരിച്ചു വന്നിരുന്ന ലൈൻ. ചെറുത്തു നിൽപ്പാണ്. കാര്യം അത് നോക്കൂ, നിങ്ങൾ അധികാരത്തിൻ്റെ സ്വരൂപം പൂണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷ വർഗീയതയേക്കാൾ അപകടകരമല്ല ന്യൂനപക്ഷ വർഗീയത. അതാണ് പാർട്ടി ഇന്നോളം സ്വീകരിച്ചു വന്ന ലൈൻ. ഇതെങ്ങനെയാണ് വളരെ പൊടുന്നൊരു സുപ്രഭാതത്തിൽ ഇത് രണ്ടിനെയും ഒരേപോലെ തുലനം ചെയ്യാൻ കഴിയുക? കാര്യം ന്യൂനപക്ഷ വർഗീയത പ്രവർത്തിക്കുന്നത് ക്രിമിനലായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലൂടെയാണെങ്കിൽ ഭൂരിപക്ഷ വർഗീയത പ്രവർത്തിക്കുന്നത് സാധൂകരിക്കപ്പെട്ട മാർഗങ്ങളിലൂടെയാണ്. അത് പാഠപുസ്തകങ്ങളിലൂടെ, അത് നിങ്ങളുടെ ഭരണ സംവിധാനങ്ങളിലൂടെ, നിയമ സംവിധാനങ്ങളിലൂടെ
മാർഗങ്ങളിലൂടെ ഭരണഘടനയെ മാറ്റിയെഴുതുന്നത് വഴി അങ്ങനെയൊക്കെയാണ് ഭരണത്തിലുള്ള ഒരു ഭൂരിപക്ഷ വർഗീയത പ്രവർത്തിക്കുക. ന്യൂനപക്ഷ വർഗീയത പ്രവർത്തിക്കുന്നത് കൊലപാതകമായിട്ടും വിധ്വംസക പ്രവർത്തകമായിട്ടും കലാപശ്രമങ്ങളുമായിട്ടുമാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന നമ്മൾ പോലും അറിയാതെയാണ് ഭൂരിപക്ഷ വർഗീയത അധികാരത്തിലുള്ളപ്പോൾ നമ്മളിൽ പ്രവേശിക്കുന്നത്. ഇതാണ് ഫാസിസത്തിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം. ഇതും മനസ്സിലാക്കാൻ കഴിയാത്തൊരു പാർട്ടിയല്ല CPM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള സ്റ്റോറിയെ വിമർശിച്ചതാണ് ഒരുമിച്ച് നിന്ന് മുഖ്യമന്ത്രി അടക്കം എത്ര ശക്തമായി പ്രതികരിച്ചാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ മാറുന്നത്? കാര്യങ്ങൾ എങ്ങനെയാണ് മാറുന്നത്? ഇത് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് വിശ്വസിക്കുകയാണ് നമ്മള്. ഇത് വിശ്വസിക്കുക. പക്ഷെ എന്താ അറിയോ, അത് വിശ്വസിക്കണമെങ്കിൽ ഇത് തള്ളി പറയണമെന്നേ. അതെ, ഏത് മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു കേരളത്തിലെ സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്കും നമ്മൾക്ക് അത് വിശ്വസിക്കാനാണ് താല്പര്യം. അങ്ങനെ സംഭവിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല, ഇങ്ങനെ ഒരു പരാമർശം വന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്കെല്ലാം താല്പര്യം. പക്ഷെ ആ താല്പര്യം എന്ന് പറയുന്നത് ഈ പാർട്ടിയും ഈ പ്രസ്ഥാനം ഈ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ട് അതിനെ ഇറങ്ങി പോരാടാൻ ഇറങ്ങണമായിരുന്നു. ആ പോരാടാൻ ഇറങ്ങാത്തതിന്റെ പ്രശ്നമാണ് ഈ പറയുന്ന സംവിധാനം. അതിനെ ഇരുന്ന് ന്യായീകരിച്ചാൽ ഈ ന്യായീകരണം കൊണ്ട് തീരുന്ന പ്രശ്നമല്ല എന്നത്. അങ്ങനെ ന്യായീകരിച്ചാൽ പോരാ. ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ആ ജീവിതത്തിന്റെ പ്രശ്നത്തിലേക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ പോരാ, നടപടി സ്വീകരിക്കണമെന്നേ. ഇറങ്ങി നിന്ന് നടപടി സ്വീകരിക്കണം. അങ്ങനെ ഒരു PR ഏജൻസി ഞാൻ പറയാത്ത കാര്യം എൻ്റെ വായിൽ തിരികെ ഈ പറയുന്ന ഹിന്ദു പത്രത്തിലൂടെ അച്ചടിച്ച് പുറത്തു വന്നാൽ അത് ആരോട് ചോദിച്ചിട്ട് എങ്ങനെ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഈ ADGP MR അജിത് കുമാർ പിന്നെ ഈ പറഞ്ഞ പൂരം കലക്കാൻ വേണ്ടി അന്വേഷണം നടത്തിയതിൻ്റെ 5 ഇരട്ടി ശക്തിയോടുകൂടി ഇതിനിറങ്ങണം. ആ ഒറ്റ അത് നമുക്ക് ധാരണയുണ്ട്. ഇത് ധാരണയില്ല. ഇത് ആര് ചെയ്തു? അപ്പം അതിൻ്റെ പുറകിൽ ശക്തി പ്രവർത്തിക്കുന്നില്ലേ? ആ ശക്തിനെ വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? അൻവറിന് പിന്നിൽ ശക്തിയാണ് ഇപ്പോൾ അന്വേഷിക്കാൻ പോകുന്നത്. Meet the editors.